ഹായ് ഡിയേഴ്സ്, ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഫസ്റ്റ് സെമസ്റ്റർ BBA FIUGPയുടെ ഭാഗമായിട്ട് വരുന്ന കമ്മ്യൂണിക്കേറ്റിംഗ് വിത്ത് ഫൈനാൻഷ്യൽ ഡാറ്റ എന്ന പേപ്പറിൻ്റെ ചാപ്റ്റർ 2ൻ്റെ സെക്കൻഡ് പാർട്ട് വീഡിയോ ആണ്. ഫസ്റ്റ് പാർട്ട് വീഡിയോയിൽ നമ്മൾ ഡബിൾ എൻട്രി ബുക്ക് കീപ്പിംഗ് എന്താണ്, ജേണലുമായി ബന്ധപ്പെട്ട പ്രോബ്ലംസൊക്കെ ഡിസ്കസ് ചെയ്തു. ഇനി ജേണൽ കഴിഞ്ഞാൽ അടുത്ത അക്കൗണ്ടിങ് പ്രോസസ്സാണ് ലെഡ്ജർ. ലെഡ്ജർ എന്ന് പറഞ്ഞാൽ ഇസ് ദി ബുക്ക് ഓഫ് ഫൈനൽ എൻട്രി വേർ ഓൾ ട്രാൻസാക്ഷൻ ഫ്രം ദി ജേണൽ ആർ പോസ്റ്റഡ്. അല്ലേ, ജേണലിൽ പോസ്റ്റ് ചെയ്ത എല്ലാ ട്രാൻസാക്ഷൻ്റെയും ഒരു ഫൈനൽ എൻട്രി ആണെന്ത് ലെഡ്ജർ. അതായത് ഇവിടെ കളക്ഷൻ ഓഫ് അക്കൗണ്ട്സ് ആണ്, എല്ലാ അക്കൗണ്ട്സിൻ്റെയും കളക്ഷനാണ്. നമ്മൾ ജേണലിൽ ഇത് എല്ലാ കാര്യങ്ങളും ലെഡ്ജറിലേക്ക് എന്ത് ചെയ്യും, പോസ്റ്റ് ചെയ്യും. അപ്പോൾ ജേണലിൽ നിന്ന് ലെഡ്ജറിലേക്ക് എന്ത് ചെയ്യും, പോസ്റ്റ് ചെയ്യും. ഇത് ഷോ ഇൻഡിവിജ്വൽ അക്കൗണ്ട്സ് ആണ്. ലെഡ്ജർ എന്താണ്, ഓരോ ഇൻഡിവിജ്വൽ ക്യാഷ് അക്കൗണ്ട്, അല്ലെ ക്യാഷിന് വേറെ അക്കൗണ്ട് വരക്കും, പർച്ചേസ് അക്കൗണ്ട്, സെയിൽസ് അക്കൗണ്ട്, അങ്ങനെ ഇൻഡിവിജ്വൽ അക്കൗണ്ട് ഒരു സ്ഥലത്ത് കാണിക്കുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, ലെഡ്ജർ എന്ന് പറയുന്നത്. ഇറ്റ് ഹെൽപ്സ് ഫൈൻഡിങ് ബാലൻസസ് ഓഫ് ഈച്ച് അക്കൗണ്ട് അറ്റ് എനി ടൈം. നമുക്ക് ഒരേ സമയത്ത് എല്ലാ അക്കൗണ്ടിൻ്റെയും ബാലൻസ് എത്രയാണെന്ന് അറിയാൻ ലെഡ്ജർ പ്രിപ്പയർ ചെയ്യുന്നതിലൂടെ സഹായിക്കും. ഇറ്റ് ഈസ് ആൾസോ കാൾഡ് പ്രിൻസിപ്പൽ ബുക്ക്. അല്ലേ, പ്രൈം എൻട്രി ആയിരുന്നു ജേണൽ എങ്കിൽ പ്രിൻസിപ്പൽ ബുക്കാണെന്ത് ലെഡ്ജർ. ഓക്കെ അല്ലോ. ഇനി ഈ ഒരു പോയിൻ്റാണ് കുറച്ചും കൂടി പ്രാധാന്യം കൊടുക്കേണ്ടത്. നമ്മൾ പ്രോസസ് ഓഫ് റെക്കോർഡിംഗ് ട്രാൻസാക്ഷൻ ഇൻ ടു ലെഡ്ജർ ഈസ് കാൾഡ് പോസ്റ്റിംഗ്. പോസ്റ്റിംഗ് എന്താണെന്നും ലെഡ്ജർ എന്താണെന്നും ഈ രണ്ട് ടേമാണ് ഇവിടുന്ന് മനസ്സിലാക്കുന്നത്. നമ്മൾ ജേണലിൽ നിന്ന് ലെഡ്ജറിലേക്ക് ട്രാൻസാക്ഷൻ മാറ്റുന്നതിന് പറഞ്ഞ പേരാണിത് പോസ്റ്റിംഗ്. ദ പ്രോസസ് ഓഫ് റെക്കോർഡിംഗ് ട്രാൻസാക്ഷൻ ഇൻ ടു ലെഡ്ജർ ഈസ് നോൺ ആസ് പോസ്റ്റിംഗ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ജേണൽ എഴുതും. ആ ജേണലിൽ എഴുതിയ ഓരോ ട്രാൻസാക്ഷനെയും എന്ത് ചെയ്യും, ഒരു അക്കൗണ്ടാക്കി മാറ്റും. ആ അക്കൗണ്ടിനെ പറഞ്ഞ പേരാണിത് ലെഡ്ജർ. ഇപ്പോൾ നമുക്ക് ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാപിറ്റൽ കിട്ടി. അവിടെ രണ്ട് അക്കൗണ്ട് വരുന്നുണ്ട്, അല്ലേ, ക്യാഷ് അക്കൗണ്ട് വരുന്നുണ്ട്, ക്യാപിറ്റൽ അക്കൗണ്ട് വരുന്നുണ്ട്. ഓക്കെ ആണല്ലോ. ഇതിനെയാണ് നമ്മൾ ലെഡ്ജർ എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ രണ്ട് കാര്യങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത്, എന്താണ് ലെഡ്ജർ എന്നും എന്താണ് പോസ്റ്റിംഗ് എന്നും. ജേണലിൽ നിന്ന് ലെഡ്ജറിലേക്ക് ട്രാൻസാക്ഷൻ മാറ്റുന്ന പ്രക്രിയക്ക് പറഞ്ഞ പേരാണിത് പോസ്റ്റിംഗ്. ഇനി നമുക്കിവിടെ അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് ജേണലും ലെഡ്ജറും തമ്മിലുള്ള ഡിഫറൻസ്. അപ്പോൾ ഈ ഡിഫറൻസ് കൃത്യമായിട്ട് അറിഞ്ഞാൽ തന്നെ ജേണൽ എന്താണ് എഴുതാൻ കഴിയും, ലെഡ്ജർ എന്താണ് എഴുതാൻ കഴിയും. യെസ്, ജേണൽ അല്ലേ ഫസ്റ്റ് ഓർ പ്രൈമറി എൻട്രി ആണ്, നമ്മൾ ആദ്യം തയ്യാറാക്കണമാണ് എന്ത് ജേണൽ. ദെൻ ലെഡ്ജർ എന്ന് പറയുമ്പോൾ ബുക്സ് ഓഫ് ഫൈനൽ ഓർ സെക്കൻഡറി എൻട്രി ആണ്. ജേണലിലെ കാര്യങ്ങളാണ് നമ്മൾ എന്തിലേക്ക് മാറ്റുന്നത്, ലെഡ്ജറിലേക്ക് മാറ്റുന്നത്. ദെൻ ക്രോണോളജിക്കൽ റെക്കോർഡാണ് ജേണൽ. നമ്മൾ പറഞ്ഞിരുന്നു, ജേണൽ പറഞ്ഞപ്പോൾ അതൊരു ക്രോണോളജിക്കൽ റെക്കോർഡാണ്. ലെഡ്ജറോ അനലിറ്റിക്കൽ റെക്കോർഡാണ്. ദെൻ തേർഡ് പോയിന്റ്, പ്രോസസ് ഓഫ് റെക്കോർഡിംഗ് ഈസ് നോൺ ആസ് ജേർണലൈസിങ്. നമ്മൾ ജേണലിലേക്ക് ട്രാൻസാക്ഷൻ റെക്കോർഡ് ചെയ്യുന്ന പ്രോസസ്സിന് പറഞ്ഞ പേരാണെന്ത് ജേർണലൈസിങ്. അതുപോലെ തന്നെ ലെഡ്ജറിലേക്ക് ട്രാൻസാക്ഷൻ റെക്കോർഡ് ചെയ്യുന്ന പ്രോസസ്സിന് പറഞ്ഞ പേരാണിത് പോസ്റ്റിംഗ്. ഈ രണ്ട് ടേമാണ് ഇതിൻ്റെ മെയിൻ. അപ്പോൾ ജേണലിലേക്ക് ട്രാൻസാക്ഷൻ അല്ലേ റെക്കോർഡ് ചെയ്ത് വെക്കുന്നതിനെ ജേർണലൈസിങ് എന്നും ലെഡ്ജറിലേക്ക് ട്രാൻസാക്ഷൻ റെക്കോർഡ് ചെയ്തിരിക്കുന്നത് പോസ്റ്റിംഗ് എന്നും പറയുന്നു. ദെൻ നെക്സ്റ്റ് പോയിൻ്റാണ്, ജേണൽ എന്താണ്, ഒരു സബ്സിഡറി ബുക്കാണ്. ലെഡ്ജർ എന്താണ്, പ്രിൻസിപ്പൽ ഓർ മെയിൻ ബുക്കാണ്. ലെഡ്ജർ പ്രിൻസിപ്പൽ ബുക്ക് അല്ലെങ്കിൽ മെയിൻ ബുക്ക് എന്ന് പറയും. ഫൈനൽ അക്കൗണ്ട് കാനോട്ട് ബി പ്രിപ്പയർഡ്. ജേണലിൽ എന്ത് ചെയ്യുന്നില്ല, ജസ്റ്റ് നമ്മൾ ജേണൽ എൻട്രി ചെയ്തിട്ടുള്ളൂ, ഫൈനൽ അക്കൗണ്ട് ഒന്നും പ്രിപ്പയർ ചെയ്യുന്നില്ല. ലെഡ്ജർ ഫൈനൽ അക്കൗണ്ട് ക്യാൻ ബി പ്രിപ്പയർഡ്. നമ്മൾ ലെഡ്ജറിലെ ബാലൻസ് വെച്ചിട്ടാണ് ട്രയൽ ബാലൻസ് ഉണ്ടാക്കുക. ആ ട്രയൽ ബാലൻസ് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, ഫൈനൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുക. ലാസ്റ്റ് പോയിൻ്റാണ്, നരേഷൻ ഈസ് റിട്ടൺ ആഫ്റ്റർ എവരി എൻട്രി. നമ്മൾ ജേണൽ എൻട്രി പഠിച്ചപ്പോൾ പറഞ്ഞാണ് നരേഷന് ഓരോ എൻട്രി കഴിഞ്ഞാലും അതിനെന്ത് ചെയ്യും, ബ്രാക്കറ്റിലൊരു ബ്രീഫ് എക്സ്പ്ലനേഷൻ കൊടുക്കും. അതിനെയാണ് നരേഷൻ എന്നുള്ളത്. നരേഷൻ എവിടെയുള്ളത്, ജേണലിലാണ്. ലെഡ്ജറിൽ എന്തില്ല, നരേഷൻ ഒന്നുമില്ല. അപ്പോൾ ഇവിടെ കൃത്യമായിട്ട് 6 പോയിൻ്റാണ് പറഞ്ഞത്. ഈ 6 പോയിൻറ്റും കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. അപ്പോൾ ജേണൽ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഓർ പ്രൈമറി എൻട്രി ആണ് ലെഡ്ജർ.
അല്ലെ ഫൈനൽ ഓർ സെക്കൻഡറി എൻട്രി ആണ്. ജേർണലിൽ ക്രോണോളജിക്കലായിട്ടാണ് ട്രാൻസാക്ഷൻ റെക്കോർഡ് ചെയ്യുന്നത്, മറ്റേത് അനലറ്റിക്കലാണ്. ജേർണലിലേക്ക് ട്രാൻസാക്ഷൻ റെക്കോർഡ് ചെയ്യുന്നതിന് ജേർണലൈസിംഗ് എന്നും ലെഡ്ജറിലേക്ക് ട്രാൻസാക്ഷൻ റെക്കോർഡ് ചെയ്യുന്നതിന് പോസ്റ്റിംഗ് എന്ന് പറയും. ദെൻ ജേർണൽ സബ്സിഡറി ബുക്കാണ്, ലെഡ്ജർ പ്രിൻസിപ്പൽ അല്ലെങ്കിൽ മെയിൻ ബുക്കാണ്. ഫയൽ അക്കൗണ്ട് കാനോട്ട് ബി പ്രിപ്പയർഡ് ആണ് ജേർണലിൽ. ലെഡ്ജറിൽ എന്തുണ്ട്? ഫയൽ അക്കൗണ്ട് പ്രിപ്പയർഡ് ആണ്. ദെൻ നരേഷൻ ജേർണലിലുണ്ട്, ലെഡ്ജറിൽ നരേഷൻ ഇല്ല. ഓക്കെ ആണല്ലോ. ഇനി നമ്മൾ ഇവിടെ ഒരു പ്രോബ്ലം നോക്കണം. നമ്മൾ ജേർണലിൻ്റെ അത്ര ഇമ്പോർട്ടൻസ് ഒന്നും നമുക്കിവിടെ ലെഡ്ജറില്ല, എങ്കിലും എങ്ങനെയാണ് ലെഡ്ജർ അക്കൗണ്ട് തയ്യാറാക്കുക എന്നുള്ള കാര്യം ജസ്റ്റ് ഒന്ന് നോക്കുക. കൂടുതൽ പ്രാധാന്യമൊന്നും ഞാൻ ഇവിടുന്ന് കാണുന്നില്ല. അപ്പോൾ ജസ്റ്റ് ഒന്ന് പഠിച്ചു വെക്കുക. ജേർണലും ലെഡ്ജറൊക്കെ അക്കൗണ്ടൻസിൻ്റെ ബേസിക് ആണ്, അതുകൊണ്ട് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. ഇതൊക്കെ അറിഞ്ഞാലേ കൃത്യമായിട്ട് ചിലപ്പോൾ ഇവിടുത്തെ ചോദ്യം വന്നു കഴിഞ്ഞാൽ അതിനെങ്ങനെ ആൻസർ ചെയ്യാം, ആ രീതിയിൽ ഒന്ന് പഠിച്ചു വെക്കുക. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇവിടെ ഒരു 5 ട്രാൻസാക്ഷൻ്റെ നൽകിയിട്ടുണ്ട്. സിമ്പിളായിട്ടുള്ള 5 ട്രാൻസാക്ഷനാണ്. ഒന്ന് പറഞ്ഞിട്ടുള്ളത് അല്ലേ, ജൂലൈ 1, 2024 കമൻസ്ഡ് ബിസിനസ് വിത്ത് ക്യാഷ്. 10,000 രൂപയ്ക്ക് ക്യാഷ് വെച്ചിട്ട് ബിസിനസ് തുടങ്ങി. ദെൻ ഗുഡ്സ് പർച്ചേസ്ഡ് ഫോർ ക്യാഷ് 3,000. ക്യാഷ് സെയിൽസ് 2,000 ഉണ്ട്. പർച്ചേസ് ഗുഡ്സ് ഫ്രം ജയൻ്റെ കയ്യിൽ നിന്ന് ഗുഡ്സ് 1,500 രൂപയ്ക്ക് വാങ്ങിയിട്ടുണ്ട്. ദെൻ ഗുഡ്സ് സോൾഡ് ടു രാജൻ 2,500. ഇങ്ങനെ ട്രാൻസാക്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് നേരിട്ട് വേണമെങ്കിൽ ലെഡ്ജറിലേക്ക് പോസ്റ്റ് ചെയ്യാം. ആദ്യം എന്ത് ചെയ്യാം? ജേർണൽ എഴുതാം. ഇതിൻ്റെയൊക്കെ ജേർണൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ് കൃത്യമായിട്ട് പറഞ്ഞതാണ്. ഫസ്റ്റ് ട്രാൻസാക്ഷൻ എന്താണ്? കമൻസ്ഡ് ബിസിനസ് ആണ്, ക്യാഷ് അക്കൗണ്ട് അപ്റ്റർ ടു ക്യാപിറ്റൽ. സെക്കൻഡ് ഗുഡ്സ് വാങ്ങുന്നതാണ്, പർച്ചേസ് അക്കൗണ്ട് അപ്റ്റർ ടു ക്യാഷ്. തേർഡ് ഗുഡ്സ് വിൽക്കുന്നതാണ്, ക്യാഷ് അക്കൗണ്ട് അപ്റ്റർ ടു സെയിൽസ്. ദെൻ ഗുഡ്സ് ജയൻ്റെ കയ്യിൽ നിന്ന് ക്രെഡിറ്റിന് വാങ്ങുന്നതാണ്, പർച്ചേസ് അക്കൗണ്ട് അപ്റ്റർ ടു ജയൻ. ദെൻ ഗുഡ്സ് ക്രെഡിറ്റിന് വിൽക്കുന്നതാണ് അല്ലേ, അവിടെ രാജൻ അക്കൗണ്ട് അപ്റ്റർ ടു സെയിൽസ്. ഇതാട്ടോ മേജറായിട്ട് വരുന്ന ഒരു 5 എൻട്രിയാണ്. ഈ എൻട്രി നിർബന്ധമായിട്ടും പഠിച്ചത്. ജേർണലിനാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത്, ലെഡ്ജറിനല്ല. ഇനി നമ്മൾ ഇത് വെച്ചിട്ട് എങ്ങനെയാണ് ലെഡ്ജർ അക്കൗണ്ട്സ്, ഇവിടെ ശ്രദ്ധിക്കുക. അവിടെ എത്ര അക്കൗണ്ട്സ് ഉണ്ട്? എത്ര ലെഡ്ജർ അക്കൗണ്ട് ഉണ്ടാക്കാണ്ട് അല്ലേ? ക്യാഷ് അക്കൗണ്ട് ഉണ്ട്, ക്യാപിറ്റൽ അക്കൗണ്ട് ഉണ്ട്, പർച്ചേസ് അക്കൗണ്ട് ഉണ്ട്. ദെൻ ക്യാഷ് ഇവിടെ വന്നിട്ടുണ്ട്, ക്യാഷ് അക്കൗണ്ട് ഓൾറെഡി നമ്മൾ തയ്യാറാക്കുകയാണ്. ദെൻ സെയിൽസ് അക്കൗണ്ട് ഉണ്ട്. ദെൻ ജയൻ അക്കൗണ്ട് ഉണ്ട്, രാജൻ അക്കൗണ്ട് ഉണ്ട്. ഇത്രയും അക്കൗണ്ടുകൾ ഇവിടെ എന്ത് ചെയ്യണം? ലെഡ്ജർ വരക്കണം. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കുകയാണ്, 2 അക്കൗണ്ട് നമ്മളിവിടെ വരക്കണുള്ളൂ. അപ്പോൾ അതിൻ്റെ പ്രോബ്ലം ഞാൻ കാണിക്കുന്നുള്ളൂ. ബാക്കിയെല്ലാം എന്ത് ചെയ്യുക? നിങ്ങൾ ഓട്ടോമാറ്റിക്കായിട്ട് പഠിക്കുക. വളരെ എളുപ്പമുള്ള ഭാഗമാണ് ലെഡ്ജർ. ഓക്കെ അല്ല, നമ്മൾ ലെഡ്ജർ ആദ്യം നമ്മൾ ക്യാഷ് അക്കൗണ്ട് വരക്കാം. ക്യാഷ് അക്കൗണ്ട് കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ അല്ലേ ക്യാഷ് അക്കൗണ്ട്, ക്യാഷുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഇതിൽ വരും. ആദ്യം ലെഡ്ജറിൻ്റെ ഫോർമാറ്റ് എല്ലാവരും കൃത്യമായിട്ട് പഠിക്കുക. അക്കൗണ്ടാണ്, അപ്പോൾ ക്യാഷ് അക്കൗണ്ട് എന്ന് കൊടുത്തു അല്ലേ. ഇവിടെ DR ഡെബിറ്റ് നിൻ്റെ ഷോർട്ടാണ്, ഇവിടെ CR ക്രെഡിറ്റ് നിൻ്റെ ഷോർട്ടാണ്. അപ്പോൾ ഈ ഒരു ഭാഗം ഡെബിറ്റും ആണ്, ഈ ഒരു ഭാഗം ക്രെഡിറ്റും ആണ്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇനി നമുക്ക് ഫസ്റ്റ് ട്രാൻസാക്ഷൻ നോക്കാം. ഫസ്റ്റ് ട്രാൻസാക്ഷൻ എന്തായിരുന്നു? ജേർണൽ എന്തായിരുന്നു? അല്ല, ക്യാഷ് അക്കൗണ്ട് അപ്റ്റർ ടു ക്യാപിറ്റൽ. അപ്പോൾ ഇവിടെ നമ്മൾ 2 സൈഡും ഉണ്ട്, ബൈ സൈഡും ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞിരുന്നു അല്ലേ. ഇതാണ് 2 സൈഡ്. ഡെബിറ്റ് സൈഡാണ് എന്ത്? 2 സൈഡ്. ഇവിടെ ക്യാഷ് അക്കൗണ്ട് ഫസ്റ്റ് എന്താണ്? ക്യാഷ് അക്കൗണ്ടാണ് നമ്മൾ തയ്യാറാക്കുന്നത് അല്ലേ. ക്യാഷ് അക്കൗണ്ട് അപ്റ്റർ ടു ക്യാപിറ്റൽ, ജൂലൈ 1-ാം തീയതി ക്യാപിറ്റൽ 10,000 രൂപ. ഇനി ക്യാഷ് എവിടേക്ക് വരുന്നത്? ചോദിച്ചൊക്കെ നോക്കുക. ക്യാഷ് എവിടേക്ക് വരുന്നത്? അല്ല, ഇവിടെ ക്യാഷ് അക്കൗണ്ട് അപ്റ്റർ ടു സെയിൽസ് ഉണ്ട്. അപ്പോൾ ജസ്റ്റ് 2 സൈഡ് ഇതാണ് അല്ലേ. ഡെബിറ്റ് സൈഡാണ് 2 സൈഡ്, ഈ സൈഡാണ് 2 സൈഡ് ടു സെയിൽസ്. ഓക്കെ ആണല്ലോ. 2,000 അങ്ങനെ 12,000 ആണ്. ഇനി ഇവിടെ അടുത്ത ട്രാൻസാക്ഷൻ നോക്കാം. ക്യാഷ് ഏതൊക്കെ വരുന്നുണ്ട് അല്ലേ. പർച്ചേസ് അക്കൗണ്ട് അപ്റ്റർ ടു ക്യാഷ് ആണ്. പർച്ചേസ് അക്കൗണ്ടിനെ ഡെബിറ്റ് ആണ് ജേർണൽ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ലെഡ്ജർക്ക് എന്തുകൊണ്ട് എന്ത് ചെയ്യും? അതിനെ ക്രെഡിറ്റ് ചെയ്യും. പർച്ചേസ് അക്കൗണ്ട് അപ്റ്റർ ടു ക്യാഷ് ഇങ്ങനെ വായിക്കാം. പർച്ചേസ് അക്കൗണ്ട് അപ്റ്റർ ടു ക്യാഷ് 3,000 രൂപ. ഇനി നമ്മൾ ഇത് ടോട്ടൽ ചെയ്യുക. ഈ സൈഡാണ് കൂടുതൽ അല്ലേ. 10 + 2 12. അപ്പോൾ 12,000 ഇവിടെ എഴുതുക. അത് ഇവിടെ 12,000 എഴുതുക, ഇവിടെയും 12,000 എഴുതുക. എന്നിട്ട് നോക്കുക അല്ലേ. 12,000 നിന്ന് 3,000 പോയി കഴിഞ്ഞാൽ ബാലൻസ്
9,000 എന്ന് കിട്ടും. ബാലൻസ് ക്യാരി ഡൗൺ ആക്കുക, അടുത്ത വർഷത്തേക്ക് ബാലൻസ് ബ്രോ ഡൗൺ ചെയ്തേക്കുക. അപ്പോൾ ക്യാഷ് അക്കൗണ്ടിൽ എന്ത് മാത്രമേ റെക്കോർഡ് ചെയ്യുള്ളൂ? ക്യാഷിൻ്റെ ട്രാൻസാക്ഷൻ മാത്രമേ റെക്കോർഡ് ചെയ്യുള്ളൂ. ഈ ഒരു ചോദ്യത്തിൽ ഫസ്റ്റ് ക്യാഷ് അക്കൗണ്ട് അപ് ടു ക്യാപിറ്റൽ ഉണ്ട്. അപ്പോൾ 2 സൈഡിൽ ടു ക്യാപിറ്റൽ ചെയ്ത്, ദെൻ ക്യാഷ് അക്കൗണ്ട് ടു സെയിൽസ് ഉണ്ട്, 2 സൈഡിൽ സെയിൽസ് ചെയ്ത്, ദെൻ പർച്ചേസ് അക്കൗണ്ട് അപ് ടു ക്യാഷ് ഉണ്ട്, അതും ഇതിൽ ചെയ്ത്. ഇനി ക്യാഷുമായി ബന്ധപ്പെട്ട എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അതൊക്കെ ഇതിൽ എഴുതും. അപ്പോൾ ജേർണലിൽ എഴുതിൻ്റെ ഓപ്പോസിറ്റാണ് നമ്മൾ ലെഡ്ജറിലേക്ക് പോസ്റ്റ് ചെയ്യുമ്പോൾ വരിക. ഇനി നമുക്ക് മറ്റൊരു അക്കൗണ്ട്, ക്യാപിറ്റൽ അക്കൗണ്ട്. ബാക്കിയുള്ള അക്കൗണ്ട് നമ്മൾ തയ്യാറാക്കാനുള്ള. ക്യാപിറ്റൽ അക്കൗണ്ടിൽ ഒറ്റ കാര്യമുള്ളൂ, ക്യാഷ് അല്ലേ, 10,000. എന്തായിരുന്നു? ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാപിറ്റലാണ്. അപ്പോൾ ബൈ സൈഡ് ജേർണൽ എൻട്രി എഴുതുമ്പോൾ 2 സൈഡാണുള്ളത്. ബൈ സൈഡ് ഇതാണ് ഇതാണ് ബൈ സൈഡ്, ഇത് 2 സൈഡാണ്. ഓക്കെ അല്ലോ? ആ ഒരു കാര്യം മനസ്സിലായി കഴിഞ്ഞാൽ ഇവിടെ 2 സൈഡ് ഡെബിറ്റ് സൈഡാണ്. എന്ത് 2 സൈഡ്. അപ്പോൾ നമുക്കിവിടെ ക്യാഷ് എന്ന് 10,000 കിട്ടും. വേറെ ഒരു ഐറ്റംസും ഇല്ല. 10,000 ക്ലോസ് ചെയ്തു, ബാലൻസ് 10,000. അപ്പോൾ ലെഡ്ജർ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയാൽ മതി. നമ്മൾ ജേർണലിലെ ഓരോ ട്രാൻസാക്ഷനും ഓരോ അക്കൗണ്ട് വരക്കാം. ഇനി ഇവിടെ പർച്ചേസ് അക്കൗണ്ട് വരക്കാം, സെയിൽസ് അക്കൗണ്ട് വരക്കാം. അപ്പോൾ അതിൽ വരുന്ന കാര്യങ്ങൾ എന്ത് വരും? അതിൽ വരും. ജസ്റ്റ് ഒന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം. നെക്സ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള വൺ ഓഫ് ദി മേജർ ടോപ്പിക്കാണ് ട്രയൽ ബാലൻസ്. വളരെ പ്രധാനപ്പെട്ട തിയറിക്കും പ്രോബ്ലത്തിനും പ്രാധാന്യമുള്ള ടോപ്പിക്കാണ് ട്രയൽ ബാലൻസ്. ട്രയൽ ബാലൻസ് എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഇറ്റ് ഈസ് നോട്ട് എ അക്കൗണ്ട്. എന്തിനാണ് പ്രിപ്പയർ ചെയ്യുന്നത്? അരിത്തമെറ്റിക്കൽ അക്യുറസി, അതായത് നമ്മൾ തയ്യാറാക്കിയ ലെഡ്ജറിൽ ഒരുപാട് ബാലൻസ് വരും. ഇതൊക്കെ ശരിയാണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി തയ്യാറാക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണിത് ട്രയൽ ബാലൻസ്. അപ്പോൾ ട്രയൽ ബാലൻസ് ഈസ് എ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർഡ് ടു ചെക്ക് അരിത്തമെറ്റിക്കൽ അക്യുറസി. നമ്മളുടെ കാൽക്കുലേഷനിൽ എന്തെങ്കിലും തെറ്റ് വന്നിട്ടുണ്ടോ? ബുക്സ് ഓഫ് അക്കൗണ്ട് ബൈ ലിസ്റ്റിംഗ് ഓൾ ലെഡ്ജർ അക്കൗണ്ട് ബാലൻസ്. അപ്പോൾ ലെഡ്ജറിലെ ഓരോ ബാലൻസ് നോക്കിയിട്ട് നമ്മൾ ചെയ്ത ലെഡ്ജറിൽ എന്തെങ്കിലും തെറ്റുണ്ടോ, ഡെബിറ്റും ക്രെഡിറ്റും ഈക്വൽ അല്ലേ എന്ന കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടി ഒരു പർട്ടിക്കുലർ ഡേറ്റിൽ തയ്യാറാക്കുന്ന സ്റ്റേറ്റ്മെൻറ്റിന് പറയുന്ന പേരാണെന്ത്? ട്രയൽ ബാലൻസ്. അപ്പോൾ എന്തെങ്കിലും എറേഴ്സ് സംഭവിച്ചിട്ടുണ്ടോ, തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ടോ, നമ്മൾ ഏതെങ്കിലും ട്രാൻസാക്ഷൻ വിട്ടുപോയിട്ടുണ്ടോ, ഏതെങ്കിലും മിസ്റ്റേക്കിൽ അപ്പോൾ 1000 എന്നുള്ളിടത്ത് 100 എന്ന് എൻ്റർ ചെയ്തു, അങ്ങനെ എന്തെങ്കിലും മിസ്റ്റേക്കുകൾ സംഭവിച്ചിട്ടുണ്ടോ എന്നതൊക്കെ നോക്കാൻ വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന സ്റ്റേറ്റ്മെൻ്റ് ആണെന്ത്? ട്രയൽ ബാലൻസ്. അപ്പോൾ ട്രയൽ ബാലൻസ് ഈസ് എ സ്റ്റേറ്റ്മെൻറ്റ് ഷോവിങ് അരിത്തമെറ്റിക്കൽ അക്യുറസി ഓഫ് ബുക്സ് ഓഫ് അക്കൗണ്ട്. എന്താണ്? സ്റ്റേറ്റ്മെൻറ്റ് ഷോവിങ് അരിത്തമെറ്റിക്കൽ അക്യുറസി ഓഫ് ബുക്സ് ഓഫ് അക്കൗണ്ട് അല്ലേ? എല്ലാ ലെഡ്ജർ ബാലൻസിൻ്റെയും ബേസിലാണ് ട്രയൽ ബാലൻസ് ഉണ്ടാക്കുക. വളരെ പ്രധാനപ്പെട്ട തിയറിയും കൂടിയാണ് ട്രയൽ ബാലൻസ്. കഴിഞ്ഞ വർഷം ചോദിച്ച തിയറി ടോപ്പിക്കാണ് കൃത്യമായിട്ട് മനസ്സിലാക്കുക. ദെൻ നമുക്ക് ഇവിടെ ട്രയൽ ബാലൻസിൻ്റെ ഒബ്ജക്റ്റീവ്സ് നോക്കാം. എന്തിനൊക്കെയാണ് ട്രയൽ ബാലൻസ് തയ്യാറാക്കുന്നത്? ട്രയൽ ബാലൻസ് പഠിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്ന ടേമാണ് അരിത്തമെറ്റിക്കൽ അക്യുറസി അല്ലേ? ടു ചെക്ക് ദി അരിത്തമെറ്റിക്കൽ അക്യുറസി ഓഫ് ലെഡ്ജർ അക്കൗണ്ട്. ലെഡ്ജർ അക്കൗണ്ടിലെ എല്ലാ കാര്യങ്ങളും ശരിയാണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി. ടു ഫെസിലിറ്റേറ്റ് പ്രിപ്പറേഷൻ ഓഫ് ഫൈനൽ അക്കൗണ്ട്. ഫൈനൽ അക്കൗണ്ട് തയ്യാറാക്കാൻ സഹായിക്കാൻ വേണ്ടി അല്ലേ? ട്രയൽ ബാലൻസ് ഈക്വൽ ആണെങ്കിൽ നമ്മുടെ ഫൈനൽ അക്കൗണ്ട് എന്താവും? അത് ടാലി ആകും. അപ്പോൾ ട്രയൽ ബാലൻസ് നിങ്ങളൊക്കെ ചോദ്യപേപ്പർ കണ്ടു കഴിഞ്ഞാൽ ഇപ്പോൾ ട്രയൽ ബാലൻസ് ചോദിച്ചങ്ങാണ്ട് ഫൈനൽ അക്കൗണ്ട് ചോദ്യം ചോദിക്കുമ്പോൾ ആദ്യം നോക്കേണ്ടത് ട്രയൽ ബാലൻസ് ടാലി അല്ലേ എന്നാണ്. ട്രയൽ ബാലൻസ് ക്ലിയർ ആണ് എന്താണ്, പിന്നെ ഫൈനൽ അക്കൗണ്ടൊക്കെ ടാലി ആകും. ഓക്കെ അല്ലോ? ദെൻ തേർഡ് പോയിന്റ്, ടു ലൊക്കേറ്റ് എറേഴ്സ് ഇൻ ദി ബുക്സ് ഓഫ് അക്കൗണ്ട്. ഏതെങ്കിലും ഭാഗത്ത് എറർ സംഭവിച്ചിട്ടുണ്ടോ എന്ന് ലൊക്കേറ്റ് ചെയ്യാൻ വേണ്ടിയും ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യും. ദെൻ ടു പ്രൊവൈഡ് സമ്മറി ഓഫ് ഓൾ ലെഡ്ജർ ബാലൻസ്. ലെഡ്ജർ ബാലൻസിൻ്റെ സമ്മറി കാണിക്കാൻ വേണ്ടിയും ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യും. ദെൻ ടു എൻഷോർ
ദാറ്റ് ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് ടോട്ടൽ ആർ ഈക്വൽ, ഡെബിറ്റും ക്രെഡിറ്റും ഈക്വൽ ആണോ അല്ലേ എന്ന് മനസ്സിലാക്കാൻ വേണ്ടി ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യും. ടു ഹെൽപ്പ് കമ്പാരിസൺ ആൻഡ് അനാലിസിസ് ഓഫ് ഫിനാൻഷ്യൽ ഡാറ്റ, ഫിനാൻഷ്യൽ ഡാറ്റകൾ തമ്മിൽ കമ്പാരിസന് വേണ്ടി ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യും. അപ്പോൾ ട്രയൽ ബാലൻസ് എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ്മെൻ്റ് ആണ്. ആ സ്റ്റേറ്റ്മെൻറ്റിൽ എന്താ കാണിക്കുന്നത് അല്ലേ, എന്തിനു വേണ്ടിയാണ്? അരിതമെറ്റിക്കൽ അക്യുറസി, നമ്മൾ ചെയ്ത ലെഡ്ജർ ബാലൻസുകൾ ശരിയാണോ എന്ന് വിലയിരുത്താൻ വേണ്ടി തയ്യാറാക്കുന്ന സ്റ്റേറ്റ്മെൻറ്റിന് പറഞ്ഞ പേരാണെന്ത്? ട്രയൽ ബാലൻസ്. ഓക്കെ അല്ലോ. അപ്പോൾ ഇവിടെ രണ്ട് ഭാഗം ഉണ്ടാവുക, ഡെബിറ്റും ഉണ്ടായിരിക്കും ക്രെഡിറ്റും ഉണ്ടായിരിക്കും. ഇതിൻ്റെ ടോട്ടൽ എന്തായിരിക്കും? അത് ടാലി ആയിരിക്കും, രണ്ടും ഈക്വൽ ആയിരിക്കും. ഇനി നമുക്ക് എങ്ങനെയാണ് ഈ ട്രയൽ ബാലൻസിൽ ഡെബിറ്റ് ക്രെഡിറ്റ് തീരുമാനിക്കുന്നത്? ഇവിടെ ശ്രദ്ധിക്കുക, ഇത് വെച്ചിട്ടാണ് ഇവിടുന്ന് ചോദ്യം ഉണ്ടാവാറുള്ളത്. ഇവിടുന്ന് ട്രയൽ ബാലൻസിൻ്റെ ഭാഗത്ത് നിന്ന് 3 രീതിയിലാണ് നമ്മൾ പ്രോബ്ലം പ്രതീക്ഷിക്കേണ്ടത്. ഒന്ന് ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യാൻ, മറ്റൊന്ന് ഡെബിറ്റും ക്രെഡിറ്റും അറേഞ്ച് ചെയ്യാൻ. കുറച്ച് ഇത് വരും അല്ലെ, ക്യാപിറ്റൽ, റെൻറ്റ് അങ്ങനെ പറഞ്ഞുകൊണ്ട് അതിലെന്ത് ചെയ്യുക? ഡെബിറ്റും ക്രെഡിറ്റും അറേഞ്ച് ചെയ്യുക. മൂന്നാമത്തത് നമുക്ക് എന്ത് ചെയ്യും? തെറ്റായിട്ട് ചെയ്യും. എന്നിട്ട് നമ്മളുണ്ട് അത് ക്ലിയർ ട്രയൽ ബാലൻസ് ആക്കി മാറ്റാൻ. അപ്പോൾ 3 രീതിയിലുള്ള ചോദ്യം. ഒന്ന് ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യാൻ, ദെൻ ഡെബിറ്റും ക്രെഡിറ്റും അറേഞ്ച് ചെയ്യാൻ വന്നാൽ അത് ഏത് ഭാഗത്തുള്ള ചോദ്യമായിരിക്കും? ട്രയൽ ബാലൻസിൻ്റെ ഭാഗത്തുള്ള ചോദ്യമായിരിക്കും. ദെൻ റോങ്ലി പ്ലേസ് ചെയ്യുക അല്ലെ, അപ്പോൾ ക്യാപിറ്റൽ എന്നുള്ളത് ക്രെഡിറ്റ് ബാലൻസാണ് കാണിക്കേണ്ടത്, ഡെബിറ്റ് ബാലൻസായി കാണിച്ചു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? ക്രെഡിറ്റ് ബാലൻസ് ആക്കിയിട്ട് ക്ലിയർ ആക്കേണ്ടി വരും. അങ്ങനെ 3 രീതിയിലുള്ള ചോദ്യങ്ങളാണ് ട്രയൽ ബാലൻസിൻ്റെ ഭാഗത്ത് നിന്ന് പ്രോബ്ലം വരാൻ സാധ്യത. അപ്പോൾ ട്രയൽ ബാലൻസിൽ ഏതൊക്കെ ഐറ്റംസ് ആണ് ഡെബിറ്റ് ചെയ്യാൻ നോക്കാം. ഓൾ ആസറ്റ്, എല്ലാ ആസറ്റുകളും കൃത്യമായിട്ട് പഠിക്കുക. പല വിദ്യാർത്ഥികൾക്കും ഈ ഒരു ഭാഗം പഠിയാറില്ല. അതിൻ്റെ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കട്ടെ. എല്ലാ ആസറ്റും, ലാൻഡ് ആയിക്കോട്ടെ, ബിൽഡിംഗ് ആയിക്കോട്ടെ, ഫർണിച്ചർ ആയിക്കോട്ടെ, ദെൻ ഗുഡ് വില്ല് അല്ലേ, അസറ്റ് എന്താവാം? ടാഞ്ചിബിൾ ആവാം, ഇൻടാഞ്ചിബിൾ ആവാം, വേസ്റ്റിംഗ് അസറ്റ് ആവാം, കറണ്ട് അസറ്റ് ആവാം. എല്ലാ അസറ്റുകളും ഏത് ബാലൻസാണ് കാണിക്കുക? ഡെബിറ്റ് ആയിരിക്കും. ഇപ്പോൾ ലാൻഡ് ആണെങ്കിൽ ഡെബിറ്റ്, ബിൽഡിംഗ് ഡെബിറ്റ്, ഫർണിച്ചർ, ഗുഡ് വിൽ, ഇതൊക്കെ എന്താണ് കാണിക്കുക? ഡെബിറ്റ് ബാലൻസാണ് കാണിക്കുക. ദെൻ എല്ലാ എക്സ്പെൻസുകളും ലോസുകളും ഡെബിറ്റാണ് കാണിക്കുക. എല്ലാ എക്സ്പെൻസും ലോസും ഡെബിറ്റ് കാണിക്കുക അല്ലേ. സാലറി, റെൻറ്റ്, സ്റ്റേഷനറി, പോസ്റ്റിംഗ്, അഡ്വർടൈസ്മെൻറ്റ്, ഇതൊക്കെ എന്താണ്? ഡെബിറ്റ് ബാലൻസ് കാണിക്കുക. ദെൻ ഡ്രോവിങ്സ്, വിഡ്രോ മണി ഫോർ പേഴ്സണൽ യൂസ്, കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഡെബിറ്റ് ബാലൻസ് കാണിക്കുക. എന്താണ്? നമ്മളുടെ ആവശ്യത്തിന് വേണ്ടി സ്ഥാപനത്തിൽ നിന്ന് ഗുഡ്സോ ക്യാഷോ എന്ത് ചെയ്യുക? പിൻവലിക്കുക. അതിന് പറഞ്ഞ പേരാണിത് ഡ്രോവിങ്സ്. അതും ഡെബിറ്റ് ബാലൻസാണ് കാണിക്കുക. ദെൻ ഓപ്പണിംഗ് സ്റ്റോക്കും ഡെബിറ്റ് ബാലൻസാണ് കാണിക്കുക. ദെൻ സെയിൽസ് ക്രെഡിറ്റ് ബാലൻസാണ്. സെയിൽസ് ക്രെഡിറ്റ് ബാലൻസാണ് കാണിക്കുക. പക്ഷേ സെയിൽസിൻ്റെ റിട്ടേൺ അത് ഡെബിറ്റ് ബാലൻസാണ് കാണിക്കുക. സെയിൽസ് റിട്ടേണിന് മറ്റു പറയുന്ന പേരാണ് റിട്ടേൺ ഇൻവേർഡ്. കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടതാണ്. അപ്പോൾ ട്രയൽ ബാലൻസിലെ ഡെബിറ്റും ക്രെഡിറ്റും എല്ലാ അസറ്റുകൾ, എല്ലാ എക്സ്പെൻസുകളും ലോസും, ഡ്രോവിങ്സ്, ഓപ്പണിംഗ് സ്റ്റോക്ക്, സെയിൽസ് റിട്ടേൺ ഒക്കെ അല്ല. സെയിൽസ് റിട്ടേൺ, സെയിൽസ് ക്രെഡിറ്റ് ആണ്, സെയിൽസ് റിട്ടേൺ ഡെബിറ്റ് ആണ്. നെക്സ്റ്റ് ആണ് ക്രെഡിറ്റ് സൈഡ്. ക്രെഡിറ്റ് സൈഡിൽ വരുന്നത് അല്ലേ, എല്ലാ അസറ്റുകളും ഡെബിറ്റ് ആണെങ്കിൽ എല്ലാ ലാബിറ്റും എന്തായിരിക്കും? ക്രെഡിറ്റ് ആയിരിക്കും അല്ലേ. എല്ലാ എക്സ്പെൻസുകളും ലോസും ഡെബിറ്റ് ആണെങ്കിൽ എല്ലാ ഇൻകംസും ഗെയിനും എന്തായിരിക്കും? ക്രെഡിറ്റ് ആയിരിക്കും. ദെൻ ക്യാപിറ്റൽ ലാബിലിറ്റി വരുന്നതാണ്. ക്യാപിറ്റൽ എന്താണ്? ക്രെഡിറ്റ് ബാലൻസ് കാണിക്കുക. അപ്പോൾ ക്യാപിറ്റൽ ഏത് ബാലൻസ് കാണിക്കുക? ക്രെഡിറ്റ് ആണ്. ദെൻ പർച്ചേസ് ഡെബിറ്റ് ബാലൻസ് കാണിക്കുക. പർച്ചേസ് റിട്ടേൺ, അതിന് മറ്റൊരു പേര് എന്താണ്? റിട്ടേൺ ഔട്ട്വേർഡ്, അത് ക്രെഡിറ്റ് ബാലൻസ് കാണിക്കുക. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, സെയിൽസ് റിട്ടേൺ ഡെബിറ്റ് ബാലൻസും പർച്ചേസ് റിട്ടേൺ ക്രെഡിറ്റ് ബാലൻസും ആയിരിക്കും. അപ്പോൾ ഡെബിറ്റും ക്രെഡിറ്റും ട്രയൽ ബാലൻസിൽ മാറാതെ കൃത്യമായിട്ട് മനസ്സിലാക്കുക. അപ്പോൾ ഈ ഒരു ഭാഗം നിങ്ങൾ കൃത്യമായിട്ട് വാച്ച് ചെയ്താൽ ഈ ഡെബിറ്റും ക്രെഡിറ്റും ഒന്നും ആർക്കും തെറ്റില്ല. ഇത് തന്നെയാണ് നമുക്ക് എല്ലാ ഭാഗത്തും അക്കൗണ്ടൻസിയിൽ അറിഞ്ഞിരിക്കേണ്ടത്. അതാണ് ഡെബിറ്റ് ക്രെഡിറ്റ്, അതെല്ലായിടത്തും പറയുന്ന കാര്യങ്ങൾ സെയിം തന്നെയാണ്. ട്രയൽ ബാലൻസിൽ അതന്നെ നമ്മൾ മുമ്പ് പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ഇവിടെയും പറയുന്നത്. ട്രയൽ ബാലൻസുമായി ബന്ധപ്പെട്ട ഒരു പ്രോബ്ലം നോക്കാം. പ്രിപ്പയർ ട്രയൽ ബാലൻസ്
ഫ്രം ദി ഫോളോവിങ് ലെഡ്ജർ ബാലൻസസ്. താഴെ നൽകിയിട്ടുള്ളത് കുറച്ച് ലെഡ്ജർ ബാലൻസ് ആണ്. അത് വെച്ചിട്ട് ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യാനാണ്. ഇപ്പോൾ നമ്മൾ പറഞ്ഞു ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യാൻ ലെഡ്ജർ ബാലൻസുകളാണ് തീരുക. അല്ലെങ്കിൽ നമ്മൾ ലെഡ്ജർ ഉണ്ടാക്കിയതിന് ശേഷം ലെഡ്ജർ ചെയ്തതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ എന്ന് വിലയിരുത്താൻ വേണ്ടിയാണ് നമ്മൾ എന്ത് തയ്യാറാക്കുന്നത്, ട്രയൽ ബാലൻസ് തയ്യാറാക്കുന്നത്. അപ്പോൾ ട്രയൽ ബാലൻസ് ടാലി ആണെങ്കിൽ നമ്മുടെ ഫൈനൽ അക്കൗണ്ടും ടാലി ആയിരിക്കും. അപ്പോൾ എല്ലാവരും ഫസ്റ്റ് നോക്കേണ്ടത് ഫൈനൽ അക്കൗണ്ടൊക്കെ ചോദ്യം വരുമ്പോൾ ട്രയൽ ബാലൻസ് ടാലി ആണെന്നാണ്. അപ്പോൾ ഇവിടെ ഓരോ ഐറ്റംസും കൃത്യമായിട്ട് മനസ്സിലാക്കുക. അല്ലെ, ക്യാപിറ്റൽ നമ്മൾ പലവട്ടം പറഞ്ഞാണ് ക്യാപിറ്റൽ കാണിക്കുക. ഒരു ലാബിലിറ്റി ആയതുകൊണ്ട് തന്നെ ക്രെഡിറ്റ് ബാലൻസ് ആണ്. അപ്പോൾ ക്രെഡിറ്റിനൊക്കെ എന്ത് ചെയ്യുക, CR എന്നിടുക. ദെൻ മെഷീനറി ഒരു ഫിക്സഡ് അസറ്റാണ്, ഡെബിറ്റ് ബാലൻസാണ് കാണിക്കുക. മെഷീനറി ഏതാണ്, ഡെബിറ്റ് ബാലൻസ്. ബില്ല് പേയബിൾ ക്രെഡിറ്റ് ബാലൻസാണ് കാണിക്കുക. ദെൻ അല്ലേ, ബില്ല് പേയബിൾ കറണ്ട് ലാബിലിറ്റി ആണ്, അതുകൊണ്ട് തന്നെ അത് ക്രെഡിറ്റ് ബാലൻസ് കാണിക്കുക. അപ്പോൾ അവിടെ രണ്ട് ഐറ്റംസ് ഉണ്ട്, ബില്ല് പേയബിൾ ക്രെഡിറ്റ്, ബില്ല് റിസീവബിൾ ഡെബിറ്റ്. ഓക്കെ ആണല്ലോ. സാലറി എക്സ്പെൻസ് ആണ്, എല്ലാ എക്സ്പെൻസും ഡെബിറ്റ് ആണ്. ഡ്രോയിങ്സ് നമ്മൾ എടുത്ത് പറഞ്ഞ ഐറ്റംസ് ആണ്. ഡ്രോയിങ്സ് ഡെബിറ്റ് ബാലൻസ് കാണിക്കുക. ഡ്രോയിങ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, വിഡ്രോ മണി ഫോർ പേഴ്സണൽ യൂസ്. ദെൻ ക്രെഡിറ്റേഴ്സ് ക്രെഡിറ്റ് ബാലൻസ് കാണിക്കുക. ഫർണിച്ചർ അല്ലേ, അസറ്റാണ്, ഡെബിറ്റ് ബാലൻസ് കാണിക്കുക. റിട്ടേൺ ഇൻവേർഡ് നമ്മൾ പറഞ്ഞിരുന്നു. റിട്ടേൺ ഇൻവേർഡ് എന്ന് പറഞ്ഞാൽ സെയിൽസ് റിട്ടേൺ ആണ്. സെയിൽസ് ക്രെഡിറ്റ് ആണെങ്കിൽ റിട്ടേൺ ഇൻവേർഡ് ഏത് ബാലൻസ് ആണ്, ഡെബിറ്റ് ബാലൻസ് കാണിക്കുക. ബില്ല് റിസീവബിൾ കറണ്ട് അസറ്റ് ആണ്, ഡെബിറ്റ് ബാലൻസ്. സ്റ്റോക്ക് ഡെബിറ്റ് ബാലൻസ്. ക്യാഷ് അറ്റ് ബാങ്ക് ഡെബിറ്റ് ബാലൻസ്. അഡ്വർടൈസ്മെൻറ്റും ഡെബിറ്റ് ബാലൻസ്. അപ്പോൾ ശ്രദ്ധിക്കുക, ഏതൊക്കെ ഡെബിറ്റ് ബാലൻസ് കാണിക്കുക നമ്മൾ പറഞ്ഞു, ഏതൊക്കെ ക്രെഡിറ്റ് ബാലൻസ് കാണിക്കുക പറഞ്ഞു. ഈ ചോദ്യത്തിൻ്റെ കാര്യങ്ങൾ വ്യക്തമായിട്ട് പറഞ്ഞു. അപ്പോൾ ഇവിടെ ലാബിലിറ്റീസ് വരുന്നത് അല്ലേ, ക്യാപിറ്റൽ ലാബിലിറ്റി ആണ്, അതുപോലെ തന്നെ ബില്ല് പേയബിൾ ലാബിലിറ്റി ആണ്, ദെൻ ക്രെഡിറ്റേഴ്സ് കറണ്ട് ലാബിലിറ്റി ആണ്. ഈ 3 ലാബിലിറ്റീസ് ഉള്ളൂ, ബാക്കിയൊക്കെ എന്താണ്, ലാബിലിറ്റീസ് എല്ലാം 3 ക്രെഡിറ്റ് ബാലൻസ് ഉള്ളൂ, ബാക്കിയൊക്കെ എന്താണ്, ഡെബിറ്റ് ബാലൻസ് ആണ്. ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് പ്രോബ്ലം സോൾവ് ചെയ്ത് നോക്കാം. അല്ലേ, ക്യാപിറ്റൽ ക്രെഡിറ്റ് ബാലൻസ് 70,000. മെഷീനറി അസറ്റാണ്, ഡെബിറ്റിൽ 5,000. ബില്ല് പേയബിൾ ദെൻ ക്രെഡിറ്റിൽ 5,000. സാലറി എക്സ്പെൻസ് ആണ്, ഡെബിറ്റ് 12,000. ഡ്രോവിങ്സ് അല്ലെ, വിഡ്രോ മണി ഫോർ പേഴ്സണൽ യൂസ് ആണ്, ഡെബിറ്റ് ബാലൻസ് കാണിക്കുക, ഡെബിറ്റിൽ 3,000. ക്രെഡിറ്റേഴ്സ് കറണ്ട് ലാബിലിറ്റി ആണ്, ക്രെഡിറ്റിൽ 10,500. ഫർണിച്ചർ അസറ്റാണ്, എല്ലാ അസറ്റും ഡെബിറ്റ് ആയിരിക്കും, ഫർണിച്ചർ 15,000. ദെൻ റിട്ടേൺ ഇൻവേർഡ് സെയിൽസ് റിട്ടേൺ ആണ് അല്ലേ, ഡെബിറ്റ് ബാലൻസ് കാണിക്കുക. ദെൻ ബില്ല് റിസീവബിൾ കറണ്ട് അസറ്റ് ആണ്, ഡെബിറ്റ് ബാലൻസ് കാണിക്കുക. സ്റ്റോക്ക് കറണ്ട് അസറ്റ് ആണ്, ഡെബിറ്റ് ആണ്. ക്യാഷ് അറ്റ് ബാങ്ക് ക്യാഷ് കറണ്ട് അസറ്റ് ആണ്, ഡെബിറ്റ് ആണ്. അഡ്വർടൈസ്മെൻറ്റ് ഡെബിറ്റ് ആണ്. അപ്പോൾ നമ്മൾ ട്രയൽ ബാലൻസ് ഹെഡിങ് കൊടുക്കുക, ഡേറ്റ് ഉണ്ടെങ്കിൽ ഡേറ്റ് കൊടുക്കുക. അപ്പോൾ ട്രയൽ ബാലൻസിൻ്റെ ഡെബിറ്റും ക്രെഡിറ്റും ഈക്വൽ ആണെന്ന് പറഞ്ഞു. നമുക്ക് ഡെബിറ്റിൽ 85,500 കിട്ടി, ക്രെഡിറ്റിലും 85,500 കിട്ടി. അപ്പോൾ ഇതാണ് ട്രയൽ ബാലൻസ്. കൃത്യമായിട്ട് പഠിക്കുക. ഫൈനൽ അക്കൗണ്ട്സിൻ്റെ പ്രോബ്ലംസിലൊക്കെ ട്രയൽ ബാലൻസ് ഉണ്ടാകുക. അപ്പോൾ ചോദ്യം കാണുമ്പോൾ തന്നെ നോക്കണം, ട്രയൽ ബാലൻസ് ടാലി ആണോ. ട്രയൽ ബാലൻസ് എപ്പോഴും എന്തായിരിക്കും, ടാലി ആയിരിക്കും. ടാലി അല്ലെങ്കിൽ നമ്മുടെ ചോദ്യത്തിൽ എന്തുണ്ട്, മിസ്റ്റേക്ക് ഉണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ ലെഡ്ജറും ട്രയൽ ബാലൻസ് എന്നീ 2 ടോപ്പിക്കാണ് പറഞ്ഞത്. അപ്പോൾ സെക്കൻഡ് ചാപ്റ്ററും ഇവിടെ കഴിഞ്ഞു. സെക്കൻഡ് ചാപ്റ്ററിൽ മെയിനായിട്ട് 3 ഏരിയ, ജേർണല്, അതുമായി ബന്ധപ്പെട്ട പ്രോബ്ലംസ്, ലെഡ്ജർ അക്കൗണ്ട് തയ്യാറാക്കാണ്, ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യാനുള്ള ചോദ്യം. ഓക്കെ, താങ്ക് യു.